കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയിൽ ഓസ്ട്രേലിയൻ സ്കിൽഡ് റീജിയണൽ പ്രൊവിഷണൽ വിസ നമ്പർ 491 വിസയുടെ ഏകദേശം ഒരു പകുതിയോളം ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. അതായത് എന്താണ് 491 വിസ, അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്താണ്, പോയിന്റ് സിസ്റ്റം എങ്ങനെയാണ്, എലിജിബിലിറ്റി എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി പോർഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് 491 വിസയുടെ എക്സ്പെൻസ് എങ്ങനെയാണ്, എത്ര കാലാവധി എടുക്കും വിസ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്ന എലിജിബിൾ റിലേറ്റീവ് ടു സ്പോൺസർ, അതാരാണ് ആ എലിജിബിൾ റിലേറ്റീവ്, പിന്നെ വന്നിട്ട് ഇതിൻ്റെ ബെനഫിറ്റ്സ്, ഡ്രോബാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ 491 വിസയുടെ എക്സ്പെൻസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. നമുക്കറിയാം ഏതൊരു വിസേനെ പോലെ തന്നെയും ഈ ഒരു വിസയ്ക്കും പ്രൈമറി ആപ്ലിക്കൻറ്റും ഉണ്ടാകും, സെക്കൻഡറി ആപ്ലിക്കൻറ്റും ഉണ്ടാകും. ഏതർ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം പ്രൈമറി ഓർ സെക്കൻഡറി ആപ്ലിക്കൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ പ്രൈമറി ആപ്ലിക്കൻറ്റിന് വരുന്ന വിസ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം ഓസ്ട്രേലിയൻ ഡോളർ 4,910 അറൌണ്ട് ആ ഒരു റേഞ്ചിലായിരിക്കും. അത് ഓരോ വർഷവും കുറച്ച് മാറ്റങ്ങൾ വരും. ഇനി സെക്കൻഡറി ആപ്ലിക്കൻറ്റിന് വരുന്ന ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ ഈ പ്രൈമറി ആപ്ലിക്കൻറ്റിന്റെ ഫീസ് അതിന്റെ നേരെ ഹാഫ് ആയിരിക്കും. ഇനി നമുക്ക് കിഡ്സ് ഉണ്ടെങ്കിൽ ആ കിഡ്സ് 18 ഇയേഴ്സ് എബോവ് ആണെങ്കിൽ നമ്മുടെ സെക്കൻഡറി ആപ്ലിക്കന്റിന്റെ സെയിം ഫീസ് തന്നെ ആയിരിക്കാം കിഡ്സ് എബോവ് 18 ഇയേഴ്സിന് വരുന്നത്. പിന്നെ ചെറിയ കുട്ടികളാണ്, ബിലോ 18 ഇയേഴ്സ് ആണ് എങ്കിൽ എത്രയാണോ നമ്മൾ സെക്കൻഡറി ആപ്ലിക്കന്റിന്റെ ഫീസ് അതിന്റെ ഹാഫ് ഓരോ കുട്ടിക്കും സെപ്പറേറ്റ് അതിന്റെ ഹാഫ് ആയിരിക്കാം നമ്മൾക്ക് ഫീസായിട്ട് വരുന്നത്. ഇനി ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടാണ് നമുക്ക് എത്ര നാളെടുക്കും ഈ വിസ കിട്ടാൻ വേണ്ടിയിട്ട്. അത് ആക്ച്വലി നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ ലോഞ്ച് ചെയ്ത സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാൻഡിഡേറ്റ്സിനും തന്നെ മാക്സിമം 3 മന്ത്സിനുള്ളിൽ കിട്ടിയിരുന്നു. അതായത് വളരെ പെട്ടെന്ന് ഈ വിസ ഗ്രാൻഡ് ആവുന്നു എന്നതായിരുന്നു ഈ വിസയുടെ ഒരു ഹൈലൈറ്റ്. പക്ഷെ മുന്നോട്ട് വന്നപ്പോൾ ഏകദേശം നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് തുടങ്ങിയ സമയത്ത് നമുക്ക് 3 to 6 months ആയിരുന്നു ടൈം ഫ്രെയിം കാണിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ലൈക്ക് ഓരോ 6 months എത്തുമ്പോൾ അത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ട് വന്നു. പിന്നെ ലൈക്ക് 8 months എത്തി കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചു 8 months കിട്ടുന്നത്, പക്ഷേ 8 months എത്തിയപ്പോൾ വീണ്ടും ആ ടൈം ഫ്രെയിം വീണ്ടും എക്സ്റ്റെൻഡഡ് ആയിട്ട് കാണിച്ചു. ഏകദേശം 1.5 വർഷത്തോളം നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തു. നിലവിലത്തെ ഒരു ഹോം അഫയേഴ്സിൽ പറയുന്ന കണക്കനുസരിച്ചിട്ട് ഈ വിസയുടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാലാവധി എന്ന് പറയുന്നത് 12 months to 24 months ആണ്. ഡിപ്പെൻസ് ആണ് ആക്ച്വലി ലൈക്ക് നമുക്ക് ലഭിക്കുന്ന കേസ് ഓഫീസേഴ്സിന്റെയും നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റിന്റെ ആക്യുറസിയുടെയും പിന്നെ കുറച്ച് നമ്മുടെ ലക്ക് ഫാക്ടറും എല്ലാം ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ എന്താ പറയണ്ടേ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വിസ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ വിസയ്ക്ക് എയ്തർ നമുക്ക് ഒരു സ്റ്റേറ്റ് ഓർ ടെറിട്ടറി നമ്മളെ സ്പോൺസർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എലിജിബിൾ ആയിട്ടുള്ള ഒരു റിലേറ്റീവിനെ നമ്മളെ സ്പോൺസർ ചെയ്യാം. അതുവഴി നമുക്ക് 15 പോയിന്റ്സ് ലഭിക്കുന്നുവെന്ന്. ഇനി നമുക്ക് നോക്കാം ആരാണ് ഈ എലിജിബിൾ ആയിട്ടുള്ള റിലേറ്റീവ് എന്ന്. അതായത് എലിജിബിൾ റിലേറ്റീവ് എന്ന് പറയുന്നത് എയ്തർ നമ്മുടെയോ നമ്മുടെ പാർട്ട്ണറിന്റെയോ അതായത് പ്രൈമറി ഓർ സെക്കൻഡറി ആപ്ലിക്കന്റിന്റെ ക്ലോസ് റിലേറ്റീവ്സ് ലൈക്ക് പേരൻസ്, ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്, നീസ്, ആന്റീസ്, അങ്കിൾസ്, അങ്ങനെ ലൈക്ക് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഫാമിലി മെമ്പേഴ്സിനാണ് നമ്മൾ ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഏതെങ്കിലും ഒരു റിലേറ്റീവ് ഓസ്ട്രേലിയയിൽ എവിടെയെങ്കിലും ഉണ്ട്, അപ്പോൾ അവർക്ക് എന്നെ സ്പോൺസർ ചെയ്യാം എന്ന് നമുക്ക് അങ്ങനെ ജനറലൈസ്ഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ആ റിലേറ്റീവ്സ് മീറ്റ് ചെയ്യേണ്ട കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് നമ്മൾ ഏത് റീജിയണൽ ഏരിയയിലോട്ടാണോ അപ്ലൈ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ റിലേറ്റീവ് ആ റീജിയണൽ ഏരിയയിൽ താമസിക്കുന്ന ഒരു പെർമനന്റ് റെസിഡന്റ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയിരിക്കണം. ഇനി അതുമല്ല അവർ ഈ റീജിയണൽ ഏരിയയിൽ താമസിക്കുന്ന ന്യൂസിലൻഡ് സിറ്റിസൺ ഹോൾഡേഴ്സ് ആയ ഒരു റിലേറ്റീവ് ആണെങ്കിലും അവർക്ക് നമ്മളെ സ്പോൺസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ നമ്മളെ ഒരു റിലേറ്റീവ് സ്പോൺസർ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ഉണ്ടാകുന്നുണ്ടോ എന്നത്. ഓഫ് കോഴ്സ് ഇല്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷന്റെ കൂടെ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അതായത് അതിനകത്ത് കൂടുതലും അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതായത് ഇവർ ഈ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനെയർ ഫോമാറ്റ് ആണത്. ആ ഒരു ഫോം മാത്രം അവർ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതിയാകും. അല്ലാതെ അവർക്ക് ഫിനാൻഷ്യലി വേറെ എക്സ്പെൻസ് ഒന്നും ഉണ്ടാവുന്നില്ല.
ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ് നെക്സ്റ്റ് സെഷൻ. അതായത് 491 വിസയുടെ ബെനഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്ക് എന്തൊക്കെയാണ്. ആദ്യമേ നമുക്ക് ബെനഫിറ്റ്സ് നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 5 ഇയേഴ്സിലോട്ടുള്ളൊരു വിസയാണ് നമുക്ക് 491 എന്ന് പറയുന്നത്. അതായത് ഓസ്ട്രേലിയ പോലെയുള്ള ഒരു കൺട്രിയിലോട്ടുള്ള എൻട്രി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് എൻട്രി ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ റിയലി ഹെൽപ്ഫുൾ ആണ് 491 വിസ. അതുകൂടാതെ തന്നെ 3 ഇയേഴ്സ് നമ്മൾക്ക് കഴിയുമ്പോൾ നമുക്ക് PR-ന് എലിജിബിൾ ആകുന്നു എന്നുള്ളതും വളരെ വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. കാരണം ആ ഒരു 3 വർഷം നമ്മളിവിടെ താമസിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംപ്രൂവ് ആകുന്നു. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് എസ്പെഷ്യലി നമ്മൾ കൺട്രി സൈഡിൽ താമസിക്കുന്നു, അപ്പോൾ നന്നായിട്ട് നമുക്ക് കൾച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. ഇതൊക്കെ അതിന്റെ ബെനിഫിറ്റ് തന്നെയാണ്. കാരണം ഇതെല്ലാം നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ആ ഒരു ഓസ്ട്രേലിയൻ ജേർണിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. പിന്നെ ജോബിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 491 വിസയ്ക്ക് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ജോലി ചെയ്യാം. ലൈക്ക് ഒരു എംപ്ലോയറുടെ കീഴിൽ മാത്രമല്ല, നമുക്ക് മൾട്ടിപ്പിൾ എംപ്ലോയറുടെ കീഴിൽ ജോലി ചെയ്യാം, ഏജൻസി ജോബുകൾ ചെയ്യാം. അങ്ങനെ വേറെ ജോലിയുടെ കാര്യത്തിൽ നമുക്ക് കണ്ടീഷൻസ് ഒന്നുമില്ല. ആകെയുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ റീജിയണൽ ഏരിയയിൽ തന്നെ ആയിരിക്കണം നമുക്ക് ജോലി ചെയ്യുന്നത്. അപ്പോൾ വരുന്ന ഒരു ഡൗട്ടാണ്, ഞാനിപ്പോൾ ന്യൂകാസിൽ ഏരിയയിൽ താമസിക്കുന്നു, പക്ഷേ എൻ്റെ പാർട്ട്ണർക്ക് ജോലി കിട്ടിയത് സിഡ്നിയിലാണ്. എൻ്റെ പാർട്ട്ണർക്ക് സിഡ്നിയിൽ പോയി ജോലി ചെയ്യാൻ പറ്റുമോ? സാധിക്കില്ല. സിഡ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. നമുക്ക് അവിടെ 491 വിസയുടെ അണ്ടറിൽ വരുന്ന ഏരിയ അല്ല സിഡ്നി. പക്ഷേ നിങ്ങൾക്ക് ഈ ന്യൂകാസിൽ ഏരിയയിൽ റിസൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് റീജിയണൽ ഏരിയയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊരു റീജിയണൽ ഏരിയയുടെ കാറ്റഗറിയിൽ വരുന്ന പ്ലേസ് ആയിരിക്കണം എന്ന് മാത്രം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഈ റീജിയണൽ ഏരിയയിൽ ഇപ്പം ന്യൂകാസിലാണ് ഞാൻ താമസിക്കുന്നത്, എനിക്ക് ജോലി കിട്ടിയത് ഇവിടെയാണ്. എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് ന്യൂകാസിൽ ഏരിയ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഉദ്ദേശിച്ച ജോലി എനിക്ക് കിട്ടിയില്ല, ഞാൻ ജോലിയിൽ ഹാപ്പി അല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ട് എനിക്കിപ്പം മെൽബണിലോട്ടോ അല്ലെങ്കിൽ ബ്രിസ്ബനിലോട്ടോ മാറാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അപ്പോൾ ഓഫ് കോഴ്സ് സാധിക്കും. ഇനീഷ്യലി നമ്മൾ ഉള്ള ക്രൈറ്റീരിയയിൽ നിന്ന് അത് റിയലി മാറ്റം വരുവാണ് ചെയ്യുന്നത്. നമ്മൾ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള റീജിയണൽ ഏരിയയിൽ താമസിച്ച് ജോലി ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇൻ സർട്ടൻ സിറ്റുവേഷൻസിൽ നമുക്ക് സ്റ്റേറ്റ് മാറി നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇൻഡർസ്റ്റേറ്റ് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഓർക്കുക, സ്റ്റിൽ നമ്മൾ ആ മറ്റൊരു സ്റ്റേറ്റിലോട്ടാണ് പോകുന്നതെങ്കിലും നമ്മൾ അവിടുത്തെ റീജിയണൽ ഏരിയയിൽ മാത്രമാണ് താമസിക്കാനും ജോലി ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. ഇനി നമ്മൾ PR-ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജോലി ചെയ്യാൻ നമ്മൾ ഈ ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ നിന്ന് മാറിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ നമുക്കതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് കൊടുക്കാനായിട്ടുള്ള പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതായത് നമുക്ക് ഇവിടെ ഒരുപാട് ജോലി അപ്ലൈ ചെയ്തു, പക്ഷേ എനിക്ക് ജോലി പ്രോപ്പർ ആയിട്ടുള്ളൊരു ജോലി കിട്ടിയില്ല, അതിനുള്ള ഇമെയിൽ റിജക്ഷൻ പ്രൂഫോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് തീരെ പിടിക്കുന്നില്ല, GPയുടെ സൈഡിൽ നിന്നുള്ളൊരു പ്രൂഫോ, പിന്നെന്താ അങ്ങനെ എന്തെങ്കിലുമായിട്ട് നമുക്ക് നമ്മൾ മാറിയത് എന്തിനാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ഡോക്യുമെന്റ്സ് ആൻഡ് പ്രൂഫ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പോസ്റ്റ് കോഡും നമ്മുടെ അഡ്രസ്സും എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യുന്നോ 14 ഡേയ്സിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിനെ നമ്മൾ ഇൻഫോം ചെയ്യുകയും വേണം. പ്രസന്റ് ആയിട്ടുള്ള ലിവിംഗ് കണ്ടീഷനിൽ എന്ത് ചേഞ്ചസ് വന്നോ, നമ്മൾ എംപ്ലോയറെ മാറിയോ, നമ്മുടെ അഡ്രസ്സ് മാറിയോ, പോസ്റ്റ് കോഡ് മാറിയോ, എന്ത് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഹോം അഫയേഴ്സിൽ നമ്മളത് ഇൻഫോം ചെയ്യണം എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അൺലിമിറ്റഡ് ട്രാവൽ നമുക്ക് പെർമിറ്റഡ് ആണ്. അതായത് നമുക്ക് ഓസ്ട്രേലിയയിലോട്ട് വരികയും എത്ര തവണ വേണേലും വരികയും പോവുകയും ചെയ്യാം. അതിനകത്തൊരു റെസ്ട്രിക്ഷനോ ലിമിറ്റേഷനോ ഇല്ല. 491 വിസ ലോഞ്ച് ചെയ്ത സമയത്തെന്ന് പറഞ്ഞാൽ അതിന്റെ ക്രൈറ്റീരിയയിൽ ഉണ്ടായിരുന്ന ഒരു മാൻഡേറ്ററി ക്രൈറ്റീരിയ ആയിരുന്നു, നമ്മൾ ഈ റീജിയണൽ ഏരിയയിൽ ജീവിച്ചുകൊണ്ട് $53,000 കുറയാതെ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം നമ്മൾ എന്ന് ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 2 ഇയേഴ്സ് മുന്നേ നമ്മളൊക്കെ അപ്ലൈ ചെയ്ത സമയത്ത് അത് ഓൾറെഡി മാറ്റിയായിരുന്നു. ഇവിടെ റിസൈഡ് ചെയ്താൽ മതി, നമ്മുടെ ഇൻകം ത്രഷോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $0 ആയിട്ട് മാറ്റിയിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയലി യൂസ്ഫുൾ ആയിരുന്നു. കാരണം എന്റെയൊക്കെ സിറ്റുവേഷനിൽ എനിക്ക് 2 ഡെലിവറി ഇവിടെ നടന്നു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ നമുക്കത് ഒരു ഇൻകം ത്രഷോൾഡ് നമ്മൾ കാണിക്കണമായിരുന്നു എങ്കിൽ ഡിഫിക്കൽട്ട് ഫോർ us. ഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ സമയത്ത് അങ്ങനെ ഒരു റൂൾ എടുത്തു മാറ്റി. നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു.
ആയിരുന്നു. പിന്നെ 491 വിസയുടെ ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ വി ആർ എലിജിബിൾ ഫോർ മെഡിക്കെയർ. നമുക്ക് വേറെ ഒരു ടെമ്പററി റെസിഡന്റ് വിസയ്ക്കും ലൈക്ക് 482 പോലെയുള്ള വിസകൾക്കൊന്നും നമുക്ക് മെഡിക്കെയറിന് എലിജിബിൾ ആവുന്നില്ല. നമുക്ക് ഇതിൽ മെഡിക്കെയറിന് നമ്മൾ എലിജിബിൾ ആകുന്നു. ഓസ്ട്രേലിയയുടെ പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ്, മെഡിക്കെയർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നമുക്ക് തരുന്ന ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ആണ് മെഡിക്കെയർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എലിജിബിൾ ആകുന്നുണ്ട്. ഇതൊക്കെയാണ് 491 വിസയുടെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി 491 വിസയ്ക്ക് ഡ്രോബാക്സ് ഉണ്ടോ പറഞ്ഞു. ഞാൻ ആദ്യമേ ഇൻട്രോ പോർഷനിൽ പറഞ്ഞായിരുന്നു, ഇൻഡിവിജ്വൽ ഡിപ്പെൻഡഡ് ആണ്. നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾക്കത് എത്രമാത്രം ഡ്രോബാക്ക് ആൻഡ് ബെനിഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. എന്നാലും മെയിൻലി നമ്മൾക്ക് വന്ന ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്തതിൽ നിന്നും മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ ചെറിയ ഡ്രോബാക്ക് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ്. ഇപ്പം ഞങ്ങളുടെ കേസിൽ നമ്മൾ ആദ്യമേ 482 വിസ അപ്ലൈ ചെയ്യും. 482 വിസയിലാണ് നമ്മളിവിടെ വന്നതെന്ന് പറഞ്ഞു. ആ ഒരു വിസയ്ക്കും ഏകദേശം ഇത്രയും തന്നെ ഒരു എക്സ്പെൻസ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 491 വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഒരു എക്സ്പെൻസ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 191 വിസയിലോട്ട് കയറിയപ്പോഴത്തേനും ഇത്ര തന്നെ ആയില്ലെങ്കിലും അതിനും അത്യാവശ്യം തന്നെ ഒരു എക്സ്പെൻസ് ആവുന്നുണ്ട്. അപ്പം ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് ഓവർ എക്സ്പെൻസ് ആവുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഓർക്കുക, നമുക്ക് എക്സ്പെൻസ് ആയെങ്കിലും മണി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് പെർമനന്റ് റെസിഡൻസിയിലോട്ടുള്ളൊരു പാത്ത് വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത്, ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബിന്റെ കാര്യമാണ്. നമ്മൾ പറഞ്ഞു ഈ റീജിയണൽ ഏരിയയിൽ ജോലി ചെയ്യണം. ഇപ്പം ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ സംബന്ധിച്ച് എസ്പെഷ്യലി നേഴ്സുമാരൊക്കെ ആണെങ്കിൽ അവർക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ മാനേജ്മെന്റ്, IT, മാർക്കറ്റിംഗ് പ്രൊഫഷണലൊക്കെ ഉള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീജിയണൽ ഏരിയയിൽ അവർക്കുള്ള ജോലിയുടെ സ്കോപ്പ് കുറച്ച് കുറവായിരിക്കും സിറ്റി സൈഡിനെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ. കൂടുതലും സിറ്റി ബേസ്ഡ് ആയിരിക്കാം കമ്പനികളൊക്കെ ഉള്ളത്. ലൈക്ക് IT കമ്പനികളും മാർക്കറ്റിംഗ് സെക്ഷനൊക്കെ കൂടുതലായിട്ട് സിറ്റി ബേസ്ഡ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു അങ്ങനെ ആ ഒരു ഡിഫറെൻറ്റ് പ്രൊഫഷനിലുള്ള ആൾക്കാർക്ക് ജോലിയുടെ സ്കോപ്പ് കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഈസി ആയിട്ട് ഇവിടെ ജോലി കിട്ടി. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അക്കൗണ്ട് മാനേജർ ആയിരുന്നു. അപ്പോൾ ആൾക്ക് ജോലി കിട്ടാനായിട്ട് കുറച്ചല്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനികളും ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ആയിരുന്നു ന്യൂ കാസിൽ ഉണ്ടായിരുന്ന അവരുടെ പ്രൊഫഷന്. അതുകൊണ്ട് നമ്മൾ എന്താ പറയണ്ട, ജോലിയുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അത് നമുക്കൊരു എന്താ പറയണ്ട ഒരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ നമുക്കറിയാം ഓസ്ട്രേലിയയിലെ പബ്ലിക് സ്കൂളുകൾ കുട്ടികൾക്ക് ഫ്രീ ആണെന്നുള്ള കാര്യം, ഫീസ് ഇല്ല എന്നുള്ള കാര്യം. N491 വിസയുടെ കേസസിൽ ചില ടെറിട്ടറിയിൽ ആൻഡ് ചില റീജിയണൽ ഏരിയാസിൽ അത് ആപ്ലിക്കബിൾ ആവുന്നില്ല. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ ലിങ്ക് ആൻഡ് മെറ്റേണിറ്റി ബെനിഫിറ്റ്. അൺഫോർച്ചുനേറ്റ്ലി 491 നമ്മൾ അതിന് എലിജിബിൾ അല്ല. നമ്മൾക്ക് നമ്മുടെ 2 ഡെലിവറിയും 491 ആയിരുന്ന സമയത്താണ്. എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന പെയ്ഡ് മെറ്റേണിറ്റി ലീവ് ഉണ്ട്, അല്ലാതെ നമുക്ക് സെൻട്രൽ ലിങ്ക് സൈഡിൽ നിന്ന് പെയ്ഡ് മെറ്റേണിറ്റി ലീവ് കിട്ടുന്നില്ല. നിലവിലത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടിക്കഴിഞ്ഞിട്ടും 2 വർഷത്തിന് ശേഷമാണ് നമ്മൾക്ക് മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് കെയർ ബെനിഫിറ്റ്സിന് നമ്മൾ എലിജിബിൾ ആകുന്നു എന്നുള്ളത് ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 491 ഹോൾഡേഴ്സിന് നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങാനും വീട് വെക്കാനും സാധിക്കുമോ എന്നതാണ്. ഓഫ് കോഴ്സ് പ്രോപ്പർട്ടി വാങ്ങാനും വീട് വെക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ അതിനുമുണ്ട് കുറേയേറെ ലിമിറ്റേഷൻ. ന്യൂ റൂൾ അനുസരിച്ച്, അതായത് 2025 ഏപ്രിൽ 1 വന്ന റൂൾ അനുസരിച്ചിട്ട് 491 ഹോൾഡേഴ്സ് ഓർ എനി അതർ ടെമ്പററി റെസിഡന്റ് വിസ ഹോൾഡേഴ്സിന് നമ്മളിവിടെ വന്ന് വിസ ഗ്രാൻഡ് ആയതിനു ശേഷം 2 വർഷത്തോളം ഒരു ബാൻ ഉണ്ട് വീട് വെക്കുന്നതിന്, പ്രോപ്പർട്ടി വാങ്ങുന്നത്. അതായത് 2 വർഷം വിസ കിട്ടിക്കഴിഞ്ഞിട്ട് 2 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾക്ക് പ്രോപ്പർട്ടി വാങ്ങാനും വീട് വെക്കാനും ഒക്കെ. അതുകൂടാതെ തന്നെ നമുക്കറിയാം നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു റീജിയണൽ ഏരിയയിൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാനോ വീട് വെക്കാനോ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് റിവ്യൂ ബോർഡിൽ നിന്നുള്ള അപ്രൂവലും ആവശ്യമാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 491 ഹോൾഡേഴ്സ് സ്റ്റിൽ ടെമ്പററി വിസയായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ പ്രോപ്പർട്ടി വാങ്ങുവാണെങ്കിൽ നമ്മളെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ടാക്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഏകദേശം ഒരു $80,000 to $1 lakh നമുക്ക് എക്സ്ട്രാ ആയിട്ട് പേ ചെയ്യേണ്ടി വരും.
മൊമെന്റ് ഓസ്ട്രേലിയയിൽ വീട് വെക്കുക എന്നുള്ളത് ഒരു ഹൈലി എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു മാറ്റർ തന്നെയാണ്. സോ നമുക്ക് അഡീഷണലി ഈ ഒരു 80,000 അല്ലെങ്കിൽ 1 lakh അതിന്റെ കൂടെ വരിക എന്നുള്ളത് റിയലി ഡിഫിക്കൽട്ട് ആണ്. സോ അതൊരു ലിമിറ്റേഷൻ ആണ് 491 വിസയുടെ എന്ന് പറയാം. പിന്നെ നമ്മൾ 491 വിസയിൽ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു വിസയ്ക്കും അപ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അതായത് നമ്മൾ 491 വിസയിൽ നിൽക്കുമ്പം നമ്മുടെ എംപ്ലോയർ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ആ വിസ ക്യാൻസൽ ചെയ്യൂ, ഞങ്ങൾ എംപ്ലോയർ സ്പോൺസേർഡ് പെർമനന്റ് റെസിഡൻസി തരാൻ വില്ലിംഗ് ആണ് എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ് കുറച്ച് കൂടുതൽ ആൾക്കാരെ ഇൻവിറ്റേഷൻ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് തോന്നി എന്നാൽ സ്റ്റേറ്റ് ഇൻവിറ്റേഷൻ വെച്ചാലോ, അങ്ങനെ നമുക്കൊരു തോട്ട് ചേഞ്ച് വന്നാലും 491 വിസ ആക്റ്റീവ് ആയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് മറ്റ് വിസകൾക്ക് ലൈക്ക് 186, 190, 189 ഇതുപോലെയുള്ള ഒരു വിസകൾക്ക് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ നമ്മളിപ്പം ഓൾമോസ്റ്റ് എല്ലാ ബെനഫിറ്റ്സും ഡ്രോബാക്കും ഒക്കെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇത് രണ്ടും കൂടെ നമ്മൾ മീൻസ് ലൈക്ക് മാച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് കുറച്ച് അതിപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഉണ്ടാവുമല്ലോ, ചെറിയ നമുക്ക് എല്ലാം ഫേവറബിൾ ആയിട്ട് കിട്ടത്തില്ലല്ലോ. പക്ഷേ ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഡിസിഷൻ വി മെയ്ഡ്. 491 നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു ആക്ച്വലി. വേറെ ഒരു വിസയ്ക്ക് പോലും നമുക്ക് ഇപ്പം എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ 491 ഒരു ഗുഡ് ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നമുക്ക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ടെറിട്ടറി തരുന്ന ഒരു 15 പോയിന്റ്സ് 491 നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു വളരെ വലിയ കാര്യമാണ്. അപ്പം മറ്റ് പെർമനന്റ് റെസിഡൻസികൾക്ക് ടഫായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് 491 ശരിക്കും നല്ല ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ വിഷ് ചെയ്യുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.